ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടി ബ്ലോഗ്സ് മീറ്റിൻ വർഗീസ്. ഞാൻ ഇപ്പം നിൽക്കുന്ന കായംകുളം SP സിനിമാസിലാണ്. ഓക്കെ, വന്നേക്കുന്നതിൻ്റെ പ്രധാന കാര്യം പറഞ്ഞല്ല, ഇന്ന് നൈറ്റ് ഷോ 10:30 തന്നെ ഓൾറെഡി നേരത്തെ ബുക്ക് ചെയ്തു. മാർക്കോ ഒന്ന് കാണാൻ വേണ്ടിയാണ്. ഇതിന് എനിക്കറിയാമായിരുന്നു, വയലൻസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്, വയലൻസ് മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ അത് ബുക്ക് ചെയ്തിട്ടു ഈ ഫിലിമും. എന്തായാലും പോസിറ്റീവ് റെസ്പോൺസാണ് എല്ലായിടത്തും നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ 10:30 ഷോയ്ക്ക് ഒന്ന് കയറാൻ പോവുകയാണ്. D7 ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓക്കെ, OD നമ്പർ 1 D7. അപ്പോൾ ഓക്കെ, ഫിലിം കണ്ടു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ചെറിയൊരു റിവ്യൂ പറയാം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഞാൻ മാർക്കോ കണ്ടു. ഉള്ള കാര്യം ഉള്ളവരെ പറയാം. ഹോളിവുഡിന് KGF, അല്ലെങ്കിൽ ഹോളിവുഡിന് എന്താ പറയുക, ജോൺ വിക്ക്, അതുപോലെ നല്ല മലയാളത്തിന് എടുത്തു പറയാൻ ഒരു സ്റ്റൈലിഷ് അല്ലെങ്കിൽ വില്ലനെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു എന്താ പറയുക, വയലൻസിൻ്റെ ഒരു അങ്ങേയറ്റം മലയാളത്തിൻ്റെ ലെവലിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ഇതാണ് മാർക്കോ. പക്ഷെ ഞാൻ ഓവറായിട്ട് ടു ബി ഫ്രാങ്ക്, ഓവറായിട്ട് ഞാൻ പ്രതീക്ഷിച്ചു. അതുകൊണ്ടായിരിക്കാം വയലൻസ് ഞാൻ പ്രതീക്ഷിച്ച അത്രയും കിട്ടിയില്ല. പക്ഷേ ഇതിനകത്ത് ക്ലൈമാക്സിനോട് അടുക്കുന്ന ടൈമിലുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. എൻ്റെ പൊന്നോ, നോർമലായിട്ടുള്ള ആൾക്കാരെ അത് കാണത്തില്ല, കണ്ടിരിക്കാൻ പറ്റത്തില്ല. പിന്നെ നിവിൻ പോളിയുടെ ഗസ്റ്റ് റോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആ കാര്യം ഞാൻ അത് പറയുന്നില്ല. പിന്നെ ഒരു ചെറിയൊരു ടൈലൻറ്റും കൂടെ തന്നിട്ടാണ് ചിത്രം എൻഡാവുന്നത്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. വയലൻസ് ഫിലിമുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ.